ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോറും മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഹരിയും രോഹിത്തിനെയും അതുപോലെ ഹരിയുടെ 2 ഫ്രണ്ട്സിനെയും കോടതിയിൽ ഹാജരാക്കുകയാണ്. അവരെയും കൂട്ടിക്കൊണ്ട് പോലീസ് വാഹനം കോടതി വളപ്പിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന സംഘർഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ് കേട്ടോ. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. പ്രതികളെ കൈ കിട്ടിയ അവരെ അടിച്ച് ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാ ജനങ്ങളും അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ശരണ്യയുടെ ബന്ധുക്കാരും സ്വന്തക്കാരും അയൽവക്കക്കാരും പ്രതികളെ കോടതിയിലാക്കുന്ന വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കോടതി വളപ്പിൽ എത്തിയിട്ടുമുണ്ട്. ബലാത്സംഗ വീരന്മാരെയാണല്ലോ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. അതും 18 വയസ്സ് പോലും തികയാത്ത +2 പഠിക്കുന്ന ഒരു പെൺകൊച്ചിനാണ് ഇവർ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ആരും പൊറുക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് നാട്ടുകാർ അത്രയധികം സംഘർഷങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം പോലീസ് അകമ്പടിയോടെ തന്നെയാണ് ഈ പ്രതികളെ എല്ലാവരെയും പോലീസ് കോടതിയിൽ എത്തിക്കാൻ നോക്കുന്നത്. സ്റ്റേഷനിൽ വെച്ച് തന്നെ രാജുവിനും ശിവനും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവരും അവരെ ഫോളോ ചെയ്ത് കോടതിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ കോടതി വളപ്പിലോട്ട് ഇവർ കയറി നിൽക്കുന്നില്ല. ജനങ്ങൾ ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നേരെ അക്രമം ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അവർ കോടതിയിലോട്ട് ഡയറക്റ്റായിട്ട് കയറി ചെല്ലുന്നില്ല. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജിയും ബാലചന്ദ്രനും അതുപോലെ അലീനയും കൃഷ്ണമോളും കൊല്ലപ്പള്ളിയിൽ കമലയും മുത്തശ്ശിയും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കോടതി ഇനി എന്താണാവോ വിധി വരുന്നത് എന്ന് ഓർത്തിട്ട് തന്നെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവരെ രക്ഷിക്കാനായിട്ട് ആരും മുന്നിട്ട് ഇറങ്ങി വരുന്നില്ലല്ലോ. അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ചു നോക്കി, എല്ലാവരോടും അപേക്ഷിച്ച് നോക്കി. പക്ഷെ ആരും ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തലയിടാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഇവരുടെ ഓരോ ഒഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആരും സഹായത്തിനില്ലാത്ത ഒരവസ്ഥയാണ്. കടപ്പാട്ടൊരു വീട്ടിൽ അലീന ഇത് അറിഞ്ഞ് വല്ലാത്ത വിഷമത്തിലാണ് കേട്ടോ. അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഇന്നാണ് അവരെ കോടതിയിൽ ഹാജരാക്കുന്നതെന്നൊക്കെ. അറിയുമ്പോൾ കൃഷ്ണമോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ രോഹിയേട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ ചേച്ചി? എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും? ഭയങ്കര ശിക്ഷയായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഇനി ജയിൽ പുള്ളി എന്നുള്ളൊരു പേര് വീഴത്തില്ല രോഹിയേട്ടന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടെ കൃഷ്ണമോളെ സങ്കടത്തോടെ തന്നെ. അപ്പം അലീന കൃഷ്ണമോളെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ അവനിപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് അതുപോലെ ഒരു കുടുക്കിലായിപ്പോയി. അവനെ രക്ഷപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ ഒരു മാർഗവും ഇല്ലാതായിപ്പോയി. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസല്ലേ മോളെ, അതിനെ കോടതി ഗൗരവമായിട്ട് തന്നെ എടുക്കും. അവരെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും പറ്റില്ല. മോൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അതേ അവസ്ഥ തന്നെയല്ലേ ആ പെൺകുട്ടിക്കും. അന്ന് എന്നോട് ഇവർ കാണിച്ച പോലെ തന്നെയല്ലേ ആ പെൺകുട്ടിയോടും അവർ കാണിച്ചേക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും കൂടെ നോക്കണ്ടേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണമോളോട്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് ചേച്ചി. എന്നാലും രോഹിയേട്ടൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല. ആ ഹരിയേട്ടനാ എല്ലാത്തിനും കാരണം. രോഹിയേട്ടനെ ഇങ്ങനെ ചതിക്കാൻ ആ ഹരിയ കാരണം എന്നൊക്കെ തന്നെ കൃഷ്ണമോൾ പറയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് നമ്മൾ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. രോഹിത്തോട് ഞാൻ പലതവണ പറഞ്ഞതാ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന്. അവനുമായിട്ട് നീ കൂട്ടുകൂടാൻ തുടങ്ങിയ അവസാനം നീ ജയിലിൽ പോകേണ്ടി വരുമെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം അവന് വാണിങ്ങി കൊടുത്തതാ. എന്നിട്ടും നമ്മൾ പറയുന്ന ഒന്നും അവൻ കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ. അവൻ കാരണമല്ലേ നമ്മുടെ രോഹിത് ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നതെന്നൊക്കെ തന്നെ അലീന പറയുക കേട്ടോ. കൃഷ്ണമോളാണെങ്കിലും ഒരു മറുപടിയും ഇല്ലാതെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇതൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. സത്യങ്ങളൊന്നും അധികകാലം മൂടി മറച്ചു വെക്കാൻ പറ്റില്ല. സത്യത്തിന് നിരക്കാത്ത രീതിയിൽ നമ്മളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. രോഹിത് നിരപരാധിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ മോളെ. അതിനുള്ള തെളിവുകളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം വെച്ചിട്ട് അന്ന് അവൻ ആ വീട്ടിൽ ചെന്നിട്ടുമുണ്ട്, ആ കുട്ടിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല മോളെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇവിടെ സ്വന്തവും ബന്ധവും നോക്കിയിട്ടൊന്നും കാര്യമില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ തന്നെ അലീന പറയുകയാണ് കേട്ടോ. കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്നാലും രോഹിയേട്ടൻ ജയിലിൽ പോകാന്നൊക്കെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അലീന ചേച്ചി. രോഹിയേട്ടൻ ജയിലിലേക്ക് പോയാൽ രോഹിയേട്ടൻ്റെ ഭാവി എന്തായി തീരും? അതോടുകൂടി കഴിഞ്ഞില്ലേ എല്ലാം. ഇനി പുറത്തിറങ്ങി ഒരു മനുഷ്യൻ്റെ മുഖത്തെങ്കിലും നോക്കാൻ പറ്റുമോ? ആകെ പെട്ടുപോയില്ലേ ചേച്ചി. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇതൊരു വലിയ നാണക്കേടായല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി? എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രോഹിയേട്ടനെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്നൊക്കെ തന്നെ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മോളെ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. ഇതിനു മുമ്പും അവന് പല പ്രാവശ്യം ഞാൻ വാണിങ്ങി കൊടുത്തതല്ലേ. എന്നോട് ആ തെറ്റ് ചെയ്തപ്പോൾ പോലും അവന് തിരുത്തി ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ അവന് കൊടുത്തത്. എന്നിട്ടും അവൻ അത് ചൂസ് ചെയ്തില്ല. ആ ഹരി പറയുന്നതും കേട്ട് അവൻ ആ രീതിക്ക് പോയതുകൊണ്ടല്ലേ ഇപ്പം അവൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അച്ഛനും അമ്മയും പറയുന്ന കേട്ട് നേർവഴിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പം ഇവൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ആ ഹരിയുമായിട്ട് കൂട്ടുകൂടല്ലെന്ന് എത്ര തവണ അവനോട് പറഞ്ഞതാ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? വരുന്നൊക്കെ അനുഭവിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ദൈവം ഉണ്ടല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ രോഹിത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെങ്കിൽ ദൈവം തന്നെ അവനെ ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. നമുക്ക് പ്രാർത്ഥിക്കാം. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മോളെ എന്നൊക്കെ തന്നെ നമ്മുടെ അലീന പറഞ്ഞ് കൃഷ്ണമോളെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ ഒരു മാർഗവും ഇല്ല മോളെ.
കാരണം ബാധിക്കപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥയും കൂടെ നമ്മൾ നോക്കണ്ടേ. നമ്മളെപ്പോലെ തന്നെയുള്ളൊരു പെൺകുട്ടിയല്ലേ മോളെ അവള്. 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയുടെ ജീവിതം വെച്ചിട്ടല്ലേ മോളെ ഇവന്മാർ ഇങ്ങനെയുള്ള തെമ്മാടിത്തരമൊക്കെ കാണിച്ചത്. പാവം ആ പെൺകുട്ടി എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഒന്ന് വാ വിട്ട് കരയാൻ പോലും പറ്റാതെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവന്മാരെ പെൺകുട്ടിയെ വെറുതെ വിട്ടോ? അതിക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചില്ലേ എന്നൊക്കെ തന്നെ അലീന ചോദിക്കുകയാണ് കേട്ടോ. കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതൊക്കെയും ശരിയാ, പക്ഷേ എന്നാലും എനിക്കിത് അങ്ങോട്ടേക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചി. എനിക്ക് വല്ലാതെ വിഷമാവുക ചേച്ചി. കാരണം ഇപ്പം ഈ വീട്ടിൽ സംഭവിക്കുന്ന എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. അമ്മ ഹോസ്പിറ്റലിൽ, അച്ഛൻ ഹോസ്പിറ്റലിൽ, രോഹിയുടെ പോലീസ് സ്റ്റേഷനിൽ. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മൾ 3 പെൺകുട്ടികൾ മാത്രം എന്ത് ചെയ്യാനാ? നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകും? എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ചേച്ചി. അത് മാത്രമാണോ? നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇനി? എല്ലാവരും നമ്മളെ ആ കണ്ണോണ്ടല്ലേ കാണുള്ളൂ. ജയിൽ പുള്ളിയുടെ പെങ്ങന്മാരെന്നല്ലേ ഞങ്ങളെ പറയുള്ളൂ. ഇനി എല്ലാവരും കോളേജിലോ സ്കൂളിലോ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ ചേച്ചി? എല്ലാവരും ഞങ്ങൾ ഇതും പറഞ്ഞ് കളിയാക്കല്ലേ ഉള്ളൂ. എങ്ങനെ ഇനി കോളേജിൽ പോകും? എങ്ങനെ ഇനി സ്കൂളിലോട്ട് പോകും? എനിക്കാകെ പേടിയാവുന്നു. രോഹിയേട്ടൻ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തെ കൂടിയല്ലേ ബാധിച്ചേക്കുന്നത്. ഇനി ഞങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ച് കരയാണ്ടോ കൃഷ്ണമോള്. അപ്പം അലീന പറയുന്നുണ്ട്, മോളിങ്ങനെ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടോ നോക്കാം. ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ മോളെ. അതിനിപ്പോൾ നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും തലയിൽ ദൈവം എന്താണോ എഴുതിയേക്കുന്നത് അത് അതുപോലെ നടക്കുകയുള്ളൂ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് മോളിപ്പോൾ അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മോള് പ്രാർത്ഥിക്കേ. രോഹിത് ഇക്കാര്യത്തിൽ നിരപരാധി ആയിരിക്കണമെന്നാണ് എൻ്റെയും മനസ്സിലെ ആഗ്രഹം. അങ്ങനൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മോളെ, അല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അലീന സമാധാനിപ്പിക്കാണ് കേട്ടോ കൃഷ്ണമോളെ. കൃഷ്ണമോൾ ഇരുന്ന് കരയുകയാണ് കേട്ടോ. കൃഷ്ണമോൾ എന്നിട്ട് ബബിതയുടെ കാര്യം പറയുക കേട്ടോ. ഈ വീട്ടിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ബബിതേച്ചിക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ അല്ല ചേച്ചി. എങ്ങനെ സാധിക്കുന്നു ഇതിനൊക്കെ? ആ റൂമിനകത്ത് കയറിയിരുന്ന് ഏതു നേരം ഫോണിനകത്താ. ഏതു നേരവും ആ മുടിയനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. മെസ്സേജ് അയപ്പും കൊഞ്ചിക്കൊഴിയിലും ചില സമയത്ത് എനിക്ക് പിടിവിട്ടിട്ട് ആ ഫോൺ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചാലെന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ചെന്നാൽ നമ്മളെ കടിച്ചു തിന്നാനാണ് വരുന്നത്. അപ്പം അലീന പറയുന്നുണ്ട്, മോളെ അത് മോള് കാര്യമാക്കണ്ട. അവളിപ്പോൾ വേറെ ലോകത്തിലാ. അവളോടും പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കൊടുത്തു. ചുറ്റും ചതിക്കുഴികളാണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇപ്പം നല്ലവെള്ള ചമഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവന്മാരെല്ലാം നാളെ നമുക്കെതിരെയാകും. അവന്മാരുടെ ആവശ്യം കഴിഞ്ഞാൽ അവന്മാർ പൊടി തട്ടി പോകും. പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ജീവിതം പോയെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ മോളെ? ഇതൊക്കെ ഭവിതയോട് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. പക്ഷെ അവളും അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇപ്പം രോഹിത്തിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഹരിയുമായിട്ട് കൂട്ടുകൂടരുത്, അവൻ നിന്നെ ചതിയിൽ കൊണ്ടുപോയി പെടുത്തു എന്നൊക്കെ. അവൻ കേട്ടില്ല. ഹരിയെ വിശ്വസിച്ച് ഹരിയുടെ കൂടെ പോയി. അവസാനം ഇപ്പം ഹരിയുടെ അവസ്ഥ കണ്ടില്ലേ? അതുപോലെ തന്നെ ബബിതയോടും എത്ര പറഞ്ഞാലും ഇപ്പം അവളുടെ തലയിൽ കയറുന്നില്ല. പക്ഷെ ബബിതയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവന്റെ സ്വഭാവം ശരിക്കും അറിയാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി അവള്. അന്നേരം അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അന്നേരം ഇരുന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലല്ലോ. പറയാവുന്നതിന്റെ മാക്സിമം നമ്മൾ പറഞ്ഞു. കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ തല്ലി വളർത്താനായിട്ട്. എല്ലാം മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള പ്രായമായില്ലേ അവക്ക്. ലോകത്ത് ഇതിപ്പോൾ എത്ര സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, ഹരിയുടെ കാര്യം മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ഇപ്പോൾ പീഡനത്തിന് ഇരയായത്. ഹരിയെ വിശ്വസിച്ച് ആ പെൺകുട്ടി കൂടെ പോയതുകൊണ്ടല്ലേ ആ പെൺകുട്ടിക്ക് ഇതുപോലെ അതിക്രൂരമായിട്ട് പീഡനം ഏൽക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ നാളെ ബബിത ഇവൻ എങ്ങോട്ടെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാ മോളെ നഷ്ടമാകാൻ പോകുന്നത്? ഇതൊന്നും പറഞ്ഞാൽ അവളുടെ തലയിൽ കയറാൻ പോകുന്നില്ല മോളെ. ഞാൻ കുറേ തവണ പറഞ്ഞു നോക്കിയതാ. ഇനി പണി കിട്ടുമ്പോഴേ അവൾ പഠിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ അലീന പറയുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ലേ ചേച്ചി, ഒരിക്കലും ബബിതേച്ചി അങ്ങനെ വിടാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ. ബബിതേച്ചിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു അവസ്ഥ ബബിതേച്ചിക്കും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലിപ്പോൾ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്, ഒരു മനസ്സമാധാനവും ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ബബിതേച്ചിയും കൂടെ ഏതെങ്കിലും ഒരു ചതിക്കുഴിയിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ ചേച്ചി കാര്യമുള്ളേ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം. അതുകൊണ്ട് ബബിതേച്ചി ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ തന്നെ നമ്മുടെ കൃഷ്ണമോൾ പറയുക കേട്ടോ. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. ഒരു തവണയല്ല പല തവണ അവൻ്റെ കൂടെ ഇവൾ പോയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണ് കൊണ്ടുപോകുന്നത് ഒന്നും അറിയില്ലല്ലോ മോളെ. അവനെ വിശ്വസിച്ച് ഇവൾ കൂടെ പോവുകയും ചെയ്യും. ഹരിയുടെ കാര്യം നിനക്ക് അറിയാമല്ലോ. ഹരിയുടെ ഫോണിൽ ബബിതയുടെ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം പോലീസുകാരെ കണ്ടുപിടിച്ചെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. ബബിതേച്ചിയുടെ എന്ത് വീഡിയോ അയച്ച് ഹരിയേട്ടൻ്റെ ഫോണിലുള്ള എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിതയും അമലും കൂടെ എവിടെയെങ്കിലും പോയ ഫോട്ടോ വല്ലതും ആയിരിക്കും. അത് വെച്ചിട്ട് പോലും ബബിതയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയവനാ ഹരി. അപ്പം അവൻ്റെ സ്വഭാവം മോളൊന്ന് ഓർത്തു നോക്കി. സ്വന്തം പെങ്ങളെപ്പോലെ കാണേണ്ടവളെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയത്. അത്രയ്ക്ക് മോശ സ്വഭാവമാണ് ഹരിയുടെ. ചുറ്റിനും ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും ഇതൊന്നും അവൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ മോളെ. എന്തായാലും ബബിതയെ ഞാൻ അങ്ങനെ കയറൂരി വിടാൻ തീരുമാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിലൊരു കടിഞ്ഞാൻ ഇട്ടേ പറ്റുള്ളൂ. ആ മുടിയനും ഇവളും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇല്ലാതാക്കണം. ഇനി അവൻ്റെ കൂടെ ഇവൾ പോകാനേ പാടില്ല. അവർ തമ്മിലുള്ള എല്ലാം അവസാനിപ്പിക്കണം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്.
അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സാധിക്കും ചേച്ചി, അതിന് ബബിത സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒരിക്കലും അവൾ സമ്മതിക്കില്ല മോളെ. പക്ഷേ അവൾ അറിയാതെ തന്നെ അവളും അവനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം. അച്ഛനോട് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവൾ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും ഈ കുടുംബത്തിന് പിന്നെ ഒരു നാണക്കേടാകും. ഇനി ഒരു നാണക്കേടുണ്ടായ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുമോ മോളെ? അതിനു മുമ്പ് തന്നെ ബബിത നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണമെന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിലും ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതെന്നുള്ള വിവരങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിയുന്നുണ്ട് ഗോവർദ്ധൻ പറഞ്ഞിട്ട്. അപ്പോൾ രോഹിത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ഗോവർദ്ധൻ ഒരു വക്കീലിനെയൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. ജാമ്യം കിട്ടാൻ ഒരു വഴിയില്ല, എന്നാലും റിമാൻഡിങ് പീരീഡ് കഴിയുമ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് വേണമല്ലോ. അതുകൊണ്ട് മാത്രം ഒരു വക്കീലിനെ അവർ റെഡിയാക്കിയാണ് കേട്ടോ. പിന്നെ അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട്. മറുഭാഗത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ നോക്കണ്ടേ. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ തന്നെ അലീന പറഞ്ഞത് ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഹരിയുടെ 2 ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ അവർ വക്കീലിനെയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രതികളെ 4 പേരെയും കൂടെ കോടതി വളപ്പിൽ ജനങ്ങൾക്കിടയിലൂടെ തന്നെ പോലീസ് അകമ്പടിയോടെ കോടതി മുറിക്കുള്ളിൽ എത്തിക്കുകയാണ്. പോലീസാണെങ്കിൽ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികളെ 4 പേരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. കേസ് വിളിക്കുമ്പോൾ തന്നെ ശരണ്യയുടെ ഭാഗം വാദിക്കുന്ന വക്കീൽ പറയുന്നുണ്ട്, പ്രതികൾ 4 പേരും ഇരയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് അതുപോലെ അവളെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു, അതുകൊണ്ട് ഇവർക്ക് കഠിനമായ ശിക്ഷ വിധിക്കണമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പോലീസാണെങ്കിലും എല്ലാ തെളിവുകളും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. അതായത് മെഡിക്കൽ റിപ്പോർട്ടുകളും അതുപോലെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും അവിടെ നിരത്തി വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വക്കീൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് കോടതിക്ക് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടി വരുന്നുമില്ല. കാരണം ഇവർ തെറ്റുകാരാണെന്നുള്ളത് ജഡ്ജിക്ക് മനസ്സിലാവുകയാണ്. 4 പ്രതികളും ഇരയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം ജഡ്ജിക്ക് പൂർണ്ണ ബോധ്യമാവുകയാണ്. അങ്ങനെ ഇവർക്ക് 4 പേർക്കും ജാമ്യം നിഷേധിക്കുകയാണ്. രോഹിത്തിനും ഹരിക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഹാജരായ വക്കീലന്മാർ പറയുന്നുണ്ടെങ്കിലും അവർക്കൊന്നും അവിടെ ഒരു വിലയും ഇല്ലായിരുന്നു. കാരണം നല്ല ശക്തമായ എവിഡൻസിൻ്റെ പുറത്ത് തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന ഒന്നും തന്നെ കോടതി വകവെക്കുന്നുമില്ലായിരുന്നു. എന്തായാലും പ്രതികളെ 4 പേരെയും സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് 1 മാസത്തേക്ക്. കേസിന്റെ വിചാരണയ്ക്കും പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാനും പിന്നെ പീഡനത്തിനിരയായ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ, അതുകൊണ്ട് ആ പെൺകുട്ടി ഒന്ന് റിക്കവർ ആയി വരാനും പ്രതികളുടെ പ്രായവും കേസിന്റെ വിചാരണയും ഒക്കെ കണക്കിലെടുത്തോണ്ട് തന്നെ ആ 1 മാസം സമയം ഇവരെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്യാൻ പറയുകയാണ് കോടതി വിധി. അത് കുറച്ച് 15 ദിവസം ആക്കണം എന്നൊക്കെ നമ്മുടെ എതിർഭാഗം വക്കീൽ വാദിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അതൊന്നും തന്നെ കോടതി വകവെക്കുന്നില്ല കേട്ടോ. ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ മൊഴി ശക്തമായതുകൊണ്ട് തന്നെ ഇവരെ 1 മാസത്തേക്ക് തന്നെ റിമാൻഡ് ചെയ്യുകയാണ്. 1 മാസത്തിന് ശേഷം വീണ്ടും കോടതി കൂടുമ്പോഴേക്കും ശിക്ഷ നടപ്പിലാക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നത് എത്ര വർഷം വേണമെങ്കിലും അവർക്ക് ഒരു കഠിന തടവൊക്കെ ആയിരിക്കും വിധിക്കാൻ പോകുന്നത്. കോടതി വിചാരണയ്ക്കായിട്ട് കൊടുക്കുന്ന ഈ 1 മാസ പരിധി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരെ ജാമ്യത്തിൽ ഇറക്കാനും അതുപോലെ തന്നെ ശരണ്യ എന്ന പെൺകുട്ടിയെ സ്വാധീനിച്ച് അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ കൊടുത്തുകൊണ്ട് തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാനും ഒക്കെ ആയിട്ടുള്ള പ്ലാനൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ ശിവനും രാജീവനും ഒക്കെ കൂടിയിട്ട്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാനും രോഹിത്തിനെയും ഹരിയൊക്കെ പുറത്തിറക്കാനാണ് ശിവനും രാജീവനും ഒക്കെ കൂടിയിട്ട് തീരുമാനിക്കുന്നത്. കോടതി വിധിക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന പ്രതികളെ കൈകാര്യം ചെയ്യാനായിട്ട് ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ച് പോലീസ് അകമ്പടിയോടെ തന്നെയാണ് ഇവരെ തിരിച്ച് ആ വാഹനത്തിൽ കയറ്റുന്നതും. എന്തായാലും ഇവരെ ആ കയറ്റുന്ന സമയത്ത് ഇവരെ ശിവനെയും രാജീവിനെയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു നിസ്സഹായ അവസ്ഥയോടെ തന്നെ അവർ നോക്കി നിൽക്കുകയാണ്. കാരണം ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജാമ്യം കിട്ടത്തില്ല എന്നുള്ളത് നേരത്തെ തന്നെ വക്കീലന്മാർ പറഞ്ഞ കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവരെ പോലീസുകാർ നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. 30 ദിവസം ഇനി സബ് ജയിലിലാണ് ഇവർ. ഈ 30 ദിവസത്തിന് ശേഷം കോടതി കൂടുമ്പോൾ മാത്രമേ ബാക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എന്തായാലും പോലീസുകാർ ഇവരെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സബ് ജയിലിലേക്ക് പോയെങ്കിലും ഇവർക്ക് കടുത്ത ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ തന്നെയാണ് നമ്മുടെ പോലീസുകാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു തരത്തിലും ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല കേട്ടോ. CA ആണ് ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ CA രാജീവനും ശിവനും സമീപിക്കുന്നുണ്ടെങ്കിലും അവർ ഇവരുമായിട്ട് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഒട്ടും സഹകരിക്കുന്നില്ല കേട്ടോ. നഷ്ടപരിഹാരമായിട്ട് എത്ര രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ രാജീവനും ശിവനും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇയാൾ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. മാക്സിമം ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പോലീസുകാരുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾക്കൊന്നും ഒരു നടപടിയാകാത്തതിൻ്റെ പേരിൽ ഇവരിനി ഇരയെ കണ്ട് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉള്ളത് CA നേരത്തെ മുൻകൂട്ടി ചിന്തിക്കുകയാണ് കേട്ടോ. ആ ഒരു ശ്രമം നേരത്തെ തന്നെ തടയാനായിട്ട് CA നേരിട്ട് ശരണ്യയുടെ അടുത്ത് ചെല്ലുകയും
ശരണ്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതുപോലെ കോംപ്രമൈസ് ചർച്ചയ്ക്കാണെന്നും നഷ്ടപരിഹാരം തരാനാണ്, കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ മൊഴി മാറ്റി പറയണം എന്നൊക്കെ പറഞ്ഞ് നിന്നെ സമീപിക്കാൻ ആൾക്കാർ വരും. നിന്നെ ക്രൂരമായി പീഡിപ്പിച്ച, നിന്നെ ചതിച്ച പ്രതികളുടെ അച്ഛനോ അമ്മയോ പെങ്ങന്മാരോ ആരെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും കേട്ട് നീ മൊഴി മാറ്റി പറയാൻ നിൽക്കരുത്. നിന്നെ ചതിച്ചവർക്കുള്ള ശിക്ഷ കിട്ടണം. അവർ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വന്നിട്ട് എന്താ കാര്യം? ഇനി നിന്നെ പോലുള്ള എത്ര പെൺകുട്ടികളുടെ ജീവിതം അവന്മാർ ഇല്ലാതാക്കും. അതുകൊണ്ട് അവന്മാർ ഇനി ജയിലിൽ കിടന്നാൽ മതി. കുറച്ചുനാൾ അവന്മാർ ജയിലിൽ കിടക്കട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവന്മാർക്ക് ശിക്ഷ കിട്ടണം. ഇതുപോലൊരു കോംപ്രമൈസ് ചർച്ചയായിട്ട് ആരെങ്കിലും വന്നാൽ ഞങ്ങളെ ഉടനെ അറിയിക്കണം. ഞങ്ങൾ വേണ്ട രീതിക്ക് നടപടിയൊക്കെ എടുത്തോളാം എന്നൊക്കെ തന്നെ ഇവർ നേരത്തെ തന്നെ പറയുക കേട്ടോ. അപ്പോൾ ശരണ്യാണെങ്കിലും ഇതുപോലൊരു കോംപ്രമൈസ് ചർച്ചയ്ക്കൊന്നും തയ്യാറാകാതെ തന്നെ നിൽക്കുകയാണ്. ശിവനും രാജീവനും ശരണ്യെ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ശരണ്യ ഇവരുമായിട്ട് ഒരു സഹകരണത്തിന് ഒട്ടും തന്നെ തയ്യാറാകുന്നില്ല. ശരണ്യയുടെ അച്ഛനും അമ്മയും ആരും തന്നെ സഹകരിക്കുന്നില്ല കേട്ടോ. ശരണ്യയുടെ ബന്ധുക്കാരും സ്വന്തക്കാരും അതുപോലെ അയൽവക്കക്കാരും എല്ലാവരും തന്നെ ഇടഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു കോളനി പോലുള്ള സ്ഥലത്താണല്ലോ ശരണ്യ താമസിക്കുന്നത് തന്നെ. അതൊരു ലോക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ശിവനും രാജീവനും ഒക്കെ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇവരെ പുറത്തിറക്കാനുള്ള ഒരു വഴിയും അവർക്ക് മുമ്പിൽ തുറന്നു വരുന്നുമില്ല. ശരണ്യെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഇവരങ്ങോട്ട് പോയതെങ്കിലും അതൊന്നും തന്നെ നടക്കുന്നുമില്ല. അവസാനം ഇവർ സഹി കെട്ട് അലീനയുടെ മുമ്പിൽ തന്നെ അപേക്ഷിക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് മാത്രമേ ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അലീന വിചാരിച്ചാൽ മാത്രമേ അവരെ ഇനി പുറത്തിറക്കാൻ പറ്റുള്ളൂ. ശരണ്യമായിട്ട് സംസാരിക്കാനും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ അലീനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെയുള്ളത് ഇവർ മനസ്സിലാക്കിയാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ മുമ്പിൽ തന്നെ ഇവർ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അലീന ആദ്യമൊന്നും ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും പിന്നീട് അലീന എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ശരണ്യെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ശരണ്യെ കാണാൻ പോയ അലീനയോടും അവിടുത്തെ നാട്ടുകാർ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചൊക്കെ. അവിടുത്തെ നാട്ടുകാരെല്ലാം അലീനയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അലീന രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിലും അലീനയുടെ ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം അലീന ശരണ്യെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളെ ഒന്ന് സമാധാനിപ്പിക്കുകയും അവളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയാണ് കേട്ടോ അലീന. അന്നത്തെ ആ സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. ആ സമയത്ത് രോഹിത് നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അലീനയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രോഹിത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ബാക്കിയുള്ള 3 പേരാണ് നിന്നോട് ഇതുപോലുള്ളൊരു ക്രൂരത കാണിച്ചതെന്നൊക്കെയുള്ളത് അലീന പറയുന്നുണ്ട്. ആദ്യമൊക്കെ അവർ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അലീന ഇതിൻ്റെ സത്യാവസ്ഥ അവരെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ രോഹിത് നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലീന ബാലചന്ദ്രനോടും വൈജിയൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഹരിയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. തന്നെ സ്നേഹം നടിച്ച് ചതിച്ച ഒരുത്തനോട് ക്ഷമിക്കാൻ ശരണ്യ ഒട്ടും തന്നെ തയ്യാറല്ലായിരുന്നു. അത് മാത്രമാണോ, അവൻ അവൻ്റെ കൂട്ടുകാർക്കും കൂടി എന്നെ വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവൻ എന്നോട് തിരിച്ച് ഇങ്ങനെ ഒരു ക്രൂരതയല്ലേ ചെയ്തത്. അതുകൊണ്ട് അവൻ ഇതുപോലൊരു ശിക്ഷ അനുഭവിച്ചേ മതിയാകുള്ളൂ. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവന് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. എൻ്റെ അവസ്ഥ ഇനി ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ശരണ്യയും ശരണ്യയുടെ വീട്ടുകാരും ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്നാൽ പോലും അലീന അവരോട് സംസാരിക്കുകയും അവർക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ല, 2 ചെറുപ്പക്കാരുടെ ഭാവിയാണ് ഇല്ലാതെ പോകുന്നത് എന്നൊക്കെ സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടപടിയാവുന്നില്ല കേട്ടോ. രോഹിത്തിനെ രക്ഷിച്ചെടുക്കാൻ അലീനയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഹരിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ബാലചന്ദ്രനാണെങ്കിലും ബാലചന്ദ്രന്റെ പിടിപാടുള്ളവരുമായിട്ടെല്ലാം സംസാരിച്ച് എങ്ങനെയെങ്കിലും രോഹിത്തിനെ ഈ കുടുക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കുകയാണ്. എല്ലാ വാതിലുകളും മുട്ടി അവസാനം രോഹിത്തിനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.